സംസ്ഥാനത്ത് പ്രൈവറ്റ് ബസ് സമരമാണ്. വിദ്യാർത്ഥികളുടെ ഈ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പെർമിറ്റ് പുതുക്കി നൽകുക, അങ്ങനെ പലവിധമായ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ സൂചനാ പണിമുടക്ക് നടക്കുന്നത്. പിന്നെ ഇന്ന് ഈ ഒരു പണിമുടക്കിലൂടെ ഒന്നും ഒരു തീരുമാനമായില്ലെങ്കിൽ 24 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് സമരത്തിലേക്ക് കടക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനവും. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായിട്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. പ്രൈവറ്റ് ബസ് സമരമാണ്, യാത്രക്കാരെ വലയ്ക്കുന്നുണ്ടോ? വലിയ രീതിയിൽ തന്നെ കൊച്ചിയിൽ അടക്കം മറ്റു ജില്ലകളിലും ആയിക്കോട്ടെ യാത്രക്കാരെ കാര്യമായി തന്നെ വലക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബസ്സില്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ ദിവസവും ബസ്സിലാണോ പോകുന്നത്? അതെ. ബസ്സില്ലാത്ത വലിയ പ്രശ്നമാണോ? എങ്ങനെ പോകുന്നു? തിരിച്ച് ട്രാൻസ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണല്ലേ? എല്ലാ ദിവസവും ബസ്സിൽ തന്നെയാണോ പോകുന്നത്? ഈ സമയം തെറ്റില്ലേ ഇങ്ങനെ ബസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ? അത് തെറ്റും, ഒരു വഴക്കുറയിച്ച്. ഇത് ഈ പ്രൈവറ്റ് ബസ് സമരം കാര്യമായി നിങ്ങളെ ബാധിക്കും? ബാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ കയറുന്ന ഡ്യൂട്ടി കയറുന്ന ആൾക്കാർക്ക് പ്രശ്നം വരും, കുറേ ലേറ്റ് ആവും. പിന്നെ നിൽക്കുന്നവർ തന്നെ കണ്ടിന്യൂ കൂടുതലും. നാളെ അവധിയാണല്ലോ, ദേശീയ പണിമുടക്കല്ലേ, അതുകൊണ്ടാണ് കൂടുതൽ ഇന്ന് പോകണമെന്ന് ചെല്ലണമെന്ന് പറയണം. ഒരു കാര്യമില്ല അല്ലേ? പിള്ളേരുടെ പ്രശ്നം പറഞ്ഞാൽ ബസ്സേക്ക് ഉണ്ടാക്കിയേക്കണം. കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടല്ലേ? ഈ എത്തേണ്ട സമയത്ത് കൃത്യമായി എത്താൻ പറ്റുന്നില്ല, അതൊക്കെ തൊഴിലിനൊക്കെ കാര്യമായി ബാധിക്കും. അത് പഞ്ചിങ്ങിനെ ബാധിക്കുമല്ലോ. പഞ്ച് ചെയ്യുന്ന കയറുന്ന ആൾക്കാർക്ക് അത് ബാധിക്കും. പിന്നെ കാശ് കട്ട് ചെയ്ത് ആളുകളുടെ കാശ് കട്ട് ചെയ്ത് പോവുകയല്ലേ. ഇന്നലെ തന്നെ ആ ബ്ലോക്ക് വന്ന് വിട്ടപ്പോൾ തന്നെ ആളുകൾ ഗതികേടിലായി. ഒരുപാട് ആളുകളുടെ തൊഴിൽ ഇന്നലെ പോയിട്ടുണ്ട്. ഇന്നും ഇത് തന്നെ അവസ്ഥ, നാളെ അത് വേറെ. അത് തന്നെയാണ് സേതു. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇവരെല്ലാവരും ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന മനുഷ്യരാണ്. അവർക്ക് കൃത്യമായ ഒരു സമയമുണ്ട് ജോലിക്ക്. സ്ഥിരം ബസ് ഉണ്ടോ? പോകുന്ന ബസ് സ്ഥിരമായിട്ട് ബസ് ഉണ്ട്, പക്ഷേ ഇന്നവർ വന്നില്ല. ഇന്നവരെല്ലാം എടുത്തേക്കാണല്ലോ. ആ സ്ഥിരം ബസ്സിൽ പോയാൽ കൃത്യസമയത്ത് എത്തുള്ളൂ. കൃത്യസമയത്ത് എത്തുള്ളൂ. ആ സ്ഥിരം ബസ്സിന് പോയാൽ മാത്രമേ എത്തുള്ളൂ. ഞങ്ങൾ എന്ത് പറയുമ്പോൾ കടയുടമയുടെ അല്ലെങ്കിൽ ഈ ജോലി എടുക്കുന്ന സ്ഥലത്തൊക്കെ എന്താ പറയുമ്പോൾ അങ്ങനെ വൈകി ചെല്ലുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തൊഴിലിനെ ബാധിക്കില്ല? ബാധിക്കുമെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ താമസിച്ച് വൈകി എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് തന്നെയാണ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. കൊച്ചിയിൽ കാര്യമായി തന്നെ ഈ സ്വകാര്യ ബസ് സമരം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഇടുങ്ങിയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന മനുഷ്യരുണ്ട്. അവർക്ക് കൃത്യമായി പോകുന്നതിനും വരുന്നതിനുമെല്ലാം ഓരോ ബസ്സുകളുണ്ട്. 9 മണിക്കായിക്കൊള്ളട്ടെ, രാവിലെ 7 മണിക്കായിക്കൊള്ളട്ടെ, അതൊക്കെ കൃത്യമായി ആ ബസ്സിൽ തന്നെ പോകുന്ന ആളുകളാണ്. കാരണം അവരുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഈ കൊച്ചിയും കോഴിക്കോടിനെയും കോട്ടയത്തേക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകൾ. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കില്ല. കാരണം അത്രമേൽ നമുക്ക് അവിടെ സമാന്തരമായിട്ടുള്ള KSRTC സർവീസ് ഉണ്ട്. സർക്കിളും അതേപോലെ തന്നെ ഓർഡിനറിയും വേണാടും ഒക്കെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് ബാധിക്കില്ല. പക്ഷേ കൊച്ചിയിലും കാലിക്കറ്റും കോട്ടയവും ആ ഭാഗങ്ങളിലൊക്കെ മുഴുവൻ പോകുമ്പോൾ കാണുന്ന പ്രൈവറ്റ് ബസ്സുകളാണല്ലോ. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഈ ബസ് ബാധിക്കും.